ഞാൻ മേരി മെറ്റിൽഡ. സ്റ്റേ ഇൻസ്പയർഡ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നളൻ്റെയും ദമയന്തിയുടെയും കഥ പറയുന്ന ഒരു പുസ്തകമാണ് ആനന്ദ നീലകണ്ഠൻ എഴുതിയ നളൻസ് ദമയന്തി. ഈ പുസ്തകം എനിക്ക് പരിചയപ്പെടുത്തി തന്നത് എൻ്റെ കൂട്ടുകാരി ചന്ദ്രികയാണ്. ചന്ദ്രികയും ഞാനും സെയിൻറ്റ് ജോസഫ്സ് കോളേജിൽ BSc ഒരുമിച്ച് പഠിച്ചവരാണ്. ചന്ദ്രികയുടെ ബ്രദറാണ് ആനന്ദ നീലകണ്ഠൻ. ചന്ദ്രികയും നല്ലൊരു കലാകാരിയാണ്. നൃത്തം, ചിത്രരചന, ജ്യോതിഷം ഇതെല്ലാം കൈവശമുണ്ട്. ഈ മേഖലകളിലെല്ലാം ചന്ദ്രിക സജീവമാണ്. നളൻസ് ദമയന്തി എന്ന പുസ്തകത്തെക്കുറിച്ചുള്ളൊരു വീഡിയോ ചന്ദ്രിക എനിക്ക് അയച്ചിരുന്നു. അത് കണ്ടപ്പോൾ അതിലെ ചില കാര്യങ്ങൾ യൂട്യൂബിലൂടെ ഷെയർ ചെയ്യണമെന്ന് തോന്നി. നളൻ്റെയും ദമയന്തിയുടെയും കഥ നമ്മൾ പഠിച്ചിട്ടുണ്ട്, മറ്റു പുസ്തകങ്ങളിൽ വായിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഇന്നത്തെ കാലഘട്ടത്തിൽ ആളുകൾക്ക് വായിച്ച് രസിക്കാൻ പറ്റുന്ന രീതിയിൽ കുറേ തമാശകളും പൊളിറ്റിക്സും ഒക്കെ ചേർത്ത് എഴുതിയിട്ടുള്ളൊരു കഥയാണ്. ഇതിൻ്റെ തുടക്കം തന്നെ അതിഗംഭീരമായിട്ട് എനിക്ക് തോന്നി. യുഗങ്ങൾ നീണ്ടുനിന്ന തൻ്റെ ഗാഠനിദ്രയിൽ നിന്നും ബ്രഹ്മാവ് ഉണരുന്ന ആ ഒരു രംഗത്തോടു കൂടിയാണ് തുടക്കം. ഉണർന്ന ശേഷം അദ്ദേഹം പ്രപഞ്ചത്തിലേക്കൊന്ന് നോക്കി. നല്ല സന്തോഷം തോന്നി. തൻ്റെ സൃഷ്ടികളൊക്കെ അതിമനോഹരമായിരിക്കുന്നു. ഭൂമിയിലേക്ക് നോക്കി. ഭൂമിയും അദ്ദേഹത്തിന് വളരെ മനോഹരമായിട്ട് തോന്നി. പക്ഷെ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മുഖം ചുളിഞ്ഞു. അദ്ദേഹം തലയിൽ കൈവച്ചിട്ട് ഇങ്ങനെ പറയാണ്, ഇത്രയും മോശമായൊരു സൃഷ്ടി ഞാൻ നടത്തിക്കളഞ്ഞല്ലോ. ആ സൃഷ്ടി ഏതാണെന്ന് കൃത്യമായിട്ട് മനസ്സിലായി കാണുമല്ലോ. മനുഷ്യരെ കണ്ടിട്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. ഇത്ര മ്ലേച്ഛമായൊരു സൃഷ്ടി ഞാൻ നടത്തിയോ? കഷ്ടമായിപ്പോയി. ഞൊടിയിട കൊണ്ട് ഈ മനുഷ്യരെ മുഴുവൻ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കാൻ പോലും അദ്ദേഹത്തിന് തോന്നിപ്പോയി. അതിനൊരു കാരണമുണ്ട്. ഭൂമിയിലെ മറ്റ് ജീവജാലങ്ങൾ ഇവിടെ ജനിച്ച് ഭക്ഷണം കഴിച്ച് വളരുന്നു, ഇണചേരുന്നു. അവസാനം ഈ ഭൂമുഖത്ത് നിന്ന് അവർ പിരിഞ്ഞു പോകുന്നു. മനുഷ്യരുടെ കാര്യം അങ്ങനെയല്ല. മനുഷ്യൻ ജനിക്കുമ്പോൾ മുതൽ ആഗ്രഹം, ദുരാഗ്രഹം, ആർത്തി, എല്ലാത്തിലും വലുതായിട്ട് സ്വാർത്ഥത. എൻ്റെ കാര്യത്തിനാണ് ഏറ്റവും വലിയ പ്രാധാന്യം. എനിക്കെല്ലാം വേണം. ഈ ലോകത്ത് കാണുന്നതെല്ലാം എൻ്റെ വീട്ടിലേക്ക് പോരട്ടെ. ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളൊക്കെ വന്ന് സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി മനുഷ്യൻ എന്തും ചെയ്യാൻ മടിയില്ലാത്തവനായി മാറിയിരിക്കുകയാണ്. രാഷ്ട്രീയ രംഗത്ത് അധികാരത്തിന് വേണ്ടിയിട്ടുള്ള വടംവലി, ഈശ്വരൻ്റെ പേരിൽ തമ്മിത്തല്ലുന്നു, കൊലപാതകങ്ങൾ നടത്തുന്നു, പരസ്പരം ആക്രമിക്കുന്നു. പിന്നെ എല്ലാറ്റിലും ഉപരിയായിട്ട് മനുഷ്യൻ ചെയ്യുന്ന ഒരു ക്രൂരകൃത്യമുണ്ട്. ഈ ഭൂമി തനിക്ക് മാത്രമല്ല മറ്റ് ജീവജാലങ്ങൾക്കും വസിക്കാൻ യോഗ്യമല്ലാത്ത വിധത്തിൽ ആക്കി തീർത്തിരിക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം മനുഷ്യൻ്റെ സ്ഥിതി എന്താണ്? മറ്റ് സൃഷ്ടികളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വളരെ ഉത്കൃഷ്ടമായ ഒരു ജന്മമാണ് മനുഷ്യൻ്റേത്. മറ്റ് ജീവജാലങ്ങൾക്കില്ലാത്ത ഒരു സംഭവം നമ്മുടെ ഉള്ളിലുണ്ട്. അതിനെ നമ്മൾ മനസ്സെന്ന് വിളിക്കുന്നു. നമ്മളെ ഒരുപാട് ശക്തരാക്കുന്ന ഒന്നാണ് നമ്മുടെ മനസ്സ്. ഈ മനസ്സും പ്രശ്നത്തിലായി. നമ്മുടെ ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടം വരെ എത്താൻ നടന്നു വന്ന വഴികളുണ്ട്. അവിടെ ത്യാഗോജ്വലമായിട്ട് ഇതിനു വേണ്ടി പ്രവർത്തിച്ച ആളുകളുണ്ട്. അവരെല്ലാവരും ചിന്തിച്ചിരുന്നത് എന്നെങ്ങനെയായിരുന്നു? ഈ ഭൂമി എല്ലാവർക്കും തുല്യ സ്വാതന്ത്ര്യത്തോടും സന്തോഷത്തോടും ജീവിക്കുന്ന ഒരിടമാക്കി മാറ്റണം. അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതികളാണ് അവർ ആസൂത്രണം ചെയ്തത്. അപ്പോൾ നല്ലൊരു സമൂഹം വാർത്തെടുക്കാൻ വേണ്ടി നിയമങ്ങൾ ഇവിടെ ഉണ്ടായി. അന്ന് നമ്മുടെ ലക്ഷ്യം എല്ലാവർക്കും തുല്യമായിട്ട്, തുല്യ അവകാശത്തോടു കൂടി, സമാധാനത്തോടു കൂടി ഇവിടെ ജീവിക്കണം. പക്ഷേ വന്ന് ഇപ്പം അതെല്ലാം മാറി. ഇപ്പം മനുഷ്യൻ ഏറ്റവും അധികം ചിന്തിക്കുന്നത് വ്യക്തി സ്വാതന്ത്ര്യത്തെക്കുറിച്ചും, വ്യക്തി എന്നുള്ള നിലയിൽ ജീവിതം എങ്ങനെയായിരിക്കണം, എനിക്ക് വേണ്ടത് എന്തെല്ലാമാണ്, അതെനിക്ക് ലഭിക്കണം, ഈ രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു മാധുര്യം നഷ്ടപ്പെടാൻ തുടങ്ങി. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ് സ്വാതന്ത്ര്യം. സത്യം പറഞ്ഞാൽ ഏറ്റവും വലിയൊരു സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചത്. ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം, അതിലും വലിയൊരു സ്വാതന്ത്ര്യമില്ല. പക്ഷെ വന്ന് ഈ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സ്വാതന്ത്ര്യം ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ അത് അരാജകത്വമായിട്ട് മാറി. ആ അരാജകത്വം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ വല്ലാത്ത കൺഫ്യൂഷനിലാണ്. ശരിക്കും സ്വാതന്ത്ര്യത്തിൻ്റെ അർത്ഥം എന്താണ്? സ്വാതന്ത്ര്യം എന്ന് വെച്ചാൽ അരാജകത്വമാണെന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹം ഇവിടെ വളർന്നു വരികയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു വിഷയം അതാണ്. ഫ്രീഡം വേഴ്സസ് അനാർക്കി. സ്വാതന്ത്ര്യം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള ശ്രമം. സ്വാതന്ത്ര്യത്തിൻ്റെ ആ സന്തോഷം നമുക്ക് അനുഭവിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അരാജകത്വവും സ്വാതന്ത്ര്യം തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കുകയും സ്വാതന്ത്ര്യം അനുഭവിക്കാൻ നമ്മൾ തയ്യാറാവുകയും വേണം. സ്വാതന്ത്ര്യം, അരാജകത്വം ഇത് രണ്ടും തിരിച്ചറിഞ്ഞ് യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള വഴികളാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പം നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം.
ഒന്നാമത്തെ കാര്യം, തീർച്ചയായിട്ടും എൻ്റെ ശരീരം എൻ്റെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ ഈ സ്വാതന്ത്ര്യത്തിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിക്കണമെങ്കിൽ അവിടെ ഒരു കൺട്രോൾ നമുക്ക് ഉണ്ടാവണമെന്നുള്ള കാര്യം ഒരു സത്യമാണ്. എൻ്റെ ശരീരം എൻ്റെ സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞ് എനിക്ക് തോന്നിയ പോലെ ഞാൻ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് ശരീരത്തിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കും. എനിക്ക് തോന്നുമ്പോൾ ഉണരും, തോന്നുമ്പോൾ ഉറങ്ങും, തോന്നുമ്പോൾ ഭക്ഷണം കഴിക്കും. നിങ്ങളാരാണ് ചോദിക്കാൻ? ഇത് എൻ്റെ ശരീരമല്ലേ? പക്ഷേ എന്ത് പറ്റും അവസാനം? ഈ രീതി കൊണ്ട് നമ്മുടെ ശരീരത്തിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ആരോഗ്യം അപകടത്തിലാകും. ഇത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഈ ഒരു ശരീരമില്ലേ, അതിൻ്റെ ഗുണഫലങ്ങളൊന്നും നമുക്ക് അനുഭവിക്കാൻ പറ്റില്ല. ഇനി ചിലർ കരുതുന്നത് എന്താണെന്ന്, അത് ഞാൻ അനുഭവിച്ചാൽ പോരെ, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. കുഴപ്പമുണ്ട്. നമ്മുടെ വളരെ അടുത്ത ആളുകൾക്കും അതിൻ്റെ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. നമ്മുടെ മാത്രം കുറ്റം കൊണ്ട് ആവണമെന്നില്ല അങ്ങനെ സംഭവിക്കുന്നത്. പക്ഷേ ആ സ്വാതന്ത്ര്യത്തിൽ ഒരു കൺട്രോൾ ഇല്ലാതെ വരുന്നത് ഇതിന് കാരണമായിട്ട് മാറാറുണ്ട്. അപ്പോൾ അതൊരു പ്രകൃതി നിയമമാണ്. നമുക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കണമെങ്കിൽ അവിടെ ഒരു കൺട്രോൾ ഉണ്ടാവണം. ആ കൺട്രോൾ ഇല്ലെങ്കിൽ നമുക്ക് ആ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റില്ല, അതിൻ്റെ ഗുണഫലങ്ങൾ ആസ്വദിക്കാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം, ചിലപ്പോഴെങ്കിലും നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം മറ്റുള്ളവരെ ഒരുപാട് ചൂഷണം ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്താറുണ്ട്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഫാമിലി. ഫാമിലി നമുക്ക് പ്രിയപ്പെട്ട ഒരിടമാണ്. അവിടെ കൃത്യമായിട്ട് നിർവചിക്കപ്പെട്ട നിയമങ്ങളൊന്നുമില്ല. നമുക്കവിടെ സ്വാതന്ത്ര്യമുണ്ട്, നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം എന്ന് വെച്ച് നമുക്ക് തോന്നുന്ന പോലെ അവിടെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും? തോന്നുമ്പോൾ ഞാൻ ഉറങ്ങുന്നു, തോന്നുമ്പോൾ ഉണരുന്നു, തോന്നുമ്പോൾ ഭക്ഷണം കഴിക്കുന്നു. ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരാളവിടെ ഉണ്ടാവും, ഭക്ഷണം വിളമ്പിത്തരുന്ന ഒരാളുണ്ടാവും. അയാൾ നമ്മളെ കാത്തിരിക്കേണ്ടി വരിക. നേരത്തെ പണിയെല്ലാം കഴിഞ്ഞ് ആശ്വാസത്തോടുകൂടി ഇരിക്കാനുള്ള ഒരു സാഹചര്യം അവിടെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ. അവിടെ അപ്പോൾ നമ്മുടെ ഫാമിലിയിലുള്ള ഒരു സ്വാതന്ത്ര്യം അനാർക്കിയായിട്ട് മാറുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്ന ഒരവസ്ഥയാണ്. അവരുടെ സ്വാതന്ത്ര്യത്തിലും അവകാശത്തിലുമുള്ള ഒരു കടന്നു കയറ്റമാണ്. ഞാൻ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം മറ്റുള്ളവർക്ക് വിഷമം സൃഷ്ടിക്കുന്നതായി മാറരുത്. ഫാമിലിയിലാകുമ്പോൾ ഈ ചൂഷണം ചെയ്യപ്പെടുന്ന ആളുകൾ പലപ്പോഴും പ്രതികരിക്കാറില്ല. അവർ നമ്മുടെ വളരെ പ്രിയപ്പെട്ട ആളുകളാണെന്നും അവരെ ചൂഷണം ചെയ്യുക എന്നുള്ളത് യാതൊരു മര്യാദയില്ലാത്ത ഒരു ക്രൂരകൃത്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. മൂന്നാമത്തെ കാര്യം, സോഷ്യൽ ലൈഫ് എല്ലാവർക്കും സന്തോഷം നിറഞ്ഞതായി മുന്നോട്ട് പോകാൻ ഇവിടെ നിയമങ്ങളുണ്ട്. ചില നിയമങ്ങൾ കൃത്യമായി നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. അത് ലംഘിച്ചാൽ ശിക്ഷാവിധികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറേ പേരെങ്കിലും അത് അനുസരിക്കാറുമുണ്ട്. പക്ഷേ ചില സന്ദർഭങ്ങളിൽ ഇത് വെൽ ഡിഫൈൻഡ് അല്ല, കൃത്യമായിട്ട് നിർവചിച്ചിട്ടുണ്ടാവില്ല, ശിക്ഷാവിധികളൊന്നും കാര്യമായിട്ടുണ്ടാവില്ല. അവിടെ ആ ഒരു സ്വാതന്ത്ര്യം അനാർക്കിയിലേക്ക് കടക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ഉള്ളിൽ വളർത്തിയെടുക്കേണ്ട ചില ചിന്തകളുണ്ട്. അതിനെ എത്തിക്സ് എന്ന് നമുക്ക് വിളിക്കാം. അത് മറ്റുള്ളവരെക്കുറിച്ചുള്ള കരുതലിലൂടെ ഉണ്ടാകുന്ന ഒന്നാണ്. ഈ അടുത്ത കാലത്ത് എറണാകുളത്തെ ഒരു കോളേജിൽ ഒരു സിനിമാ നടിയുടെ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അതായത് ആ കലാലയത്തിലെ അന്തരീക്ഷത്തിന് യോജിക്കാത്ത വിധത്തിൽ ഡ്രസ്സ് ധരിച്ചാണ് സിനിമാ നടി അവിടെ എത്തിയത്. പലർക്കും അത് അരോചകമായിട്ട് തോന്നി. അത് തീർത്തും തെറ്റായി പോയി എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. സാമൂഹ്യ ജീവിതത്തിൽ ഔചിത്യം എന്നുള്ളൊരു വാക്കുണ്ട്. നമ്മുടെ കൂടെയുള്ള ആളുകളെക്കുറിച്ചുള്ള ചിന്ത നമ്മളിൽ ഉണ്ടാവുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് അതിന് ഔചിത്യം എന്ന് പറയുന്നത്. ഒരു പബ്ലിക് പ്ലേസിൽ നമ്മൾ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൽ എവിടെയാണ് നമ്മൾ വരുന്നതെന്നുള്ളൊരു ബോധം ഉണ്ടാവണം. ആ സ്ഥലം എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്നുള്ള ഉദ്ദേശം അത് നമ്മൾ ക്ലിയറായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ കലാലയത്തിൽ വിദ്യാഭ്യാസമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റി. അതിൽ നിന്ന് കുട്ടികളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങൾ അവിടെ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അതിനെക്കുറിച്ച് വിമർശനങ്ങളൊക്കെ ഉണ്ടായപ്പോൾ സിനിമാ നടി പറഞ്ഞ ഒരു മറുപടിയാണ് എനിക്ക് ശരിക്കും ഷോക്കായി മാറിയത്. അവർ പറഞ്ഞു എന്ന് പറയപ്പെടുന്ന മറുപടി ഇതാണ്. എനിക്കങ്ങനെ പറയാൻ പറ്റൂ, കാരണം ഞാനിത് കേട്ടിട്ടില്ല നേരിട്ട്. അപ്പോൾ അവർ പറഞ്ഞത് ഇതാണ്: നിങ്ങളെപ്പോഴും നിങ്ങളായിരിക്കണം എന്ന സന്ദേശമാണ് എൻ്റെ പ്രവൃത്തിയിലൂടെ ഞാൻ കാണിച്ചു കൊടുത്തത്. എത്ര അബദ്ധമായിട്ടുള്ള പ്രസ്താവനയാണല്ലേ. എല്ലായിടത്തും നമുക്ക് നമ്മളായിരിക്കണമെന്ന് വാശി പിടിച്ചു കഴിഞ്ഞാൽ അത് അനാർക്കിയാണ്. ഒരു കലാലയത്തിൽ കോഡ് ഓഫ് കോണ്ടക്റ്റ് ഉണ്ട്, ഡ്രസ് കോഡ് ഉണ്ട്. അപ്പോൾ ഒരു മാന്യമായ വസ്ത്രധാരണമാണ് അവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോഴും ചിലർ ചോദ്യം, അതെന്താണ് മാന്യത? അത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഈ തെറ്റായ ചില സ്വാതന്ത്ര്യ ബോധത്തിൻ്റെ പേരിലാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇതൊക്കെ വലിയ സംഭവമാണെന്ന് തെറ്റിദ്ധരിച്ച് ഇത് വളരെ മോശമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ്, ബോധമില്ലായ്മയാണ്, മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിലുള്ള കടന്നുകയറ്റമാണ്. എനിക്ക് കൃത്യമായിട്ടറിയാം അവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം ആളുകൾക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല.
ചിലർ ഇഷ്ടപ്പെട്ടു എന്ന് കാണിക്കും, കാരണം അല്ലെങ്കിൽ നമ്മൾ ഗ്രൂപ്പിൽ നിന്ന് ഔട്ടാകും. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഞാൻ പഴഞ്ചനാണെന്ന് ആളുകൾ തെറ്റിദ്ധരിക്കും. അങ്ങനെയുള്ള ചില ആളുകളുണ്ട്. ഭൂരിഭാഗം പേർക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളോട് താല്പര്യം ഉണ്ടാവില്ല, മനസ്സിലൊരു അമർഷം ഉണ്ടാകും. എനിക്ക് വ്യക്തിപരമായിട്ട് ഇത് കാണുമ്പോൾ വല്ലാത്തൊരു അറപ്പോ വെറുപ്പോ ഒക്കെ തോന്നാറുണ്ട്. കാരണം എന്താണ് അതിൻ്റെ ആവശ്യം? ഇപ്പോൾ നമ്മളൊരു ബീച്ചിൽ പോകുന്നു, നമ്മൾ സൂര്യപ്രകാശം കൊള്ളാൻ വേണ്ടി അവിടെ മിനിമം വസ്ത്രം ധരിച്ച് ബീച്ചിൽ കിടക്കുന്നു, കുഴപ്പമൊന്നുമില്ല. അത് വേറൊരു സിറ്റുവേഷനാണ്. ഇതൊരു കലാലയമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നിർവചിച്ചിട്ടുണ്ടാവില്ല, വസ്ത്രത്തിൻ്റെ അളവൊന്നും അവിടെ പറഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ ഈ കോഡ് ഓഫ് കോണ്ടക്റ്റ് കൃത്യമായിട്ട് പാലിക്കുമെന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ അധികാരികളുള്ളത്. അതിന് ഡയറക്ഷൻ കൊടുക്കാനുള്ള ആളുകൾ അവിടെയുണ്ട്. അവർ പോലീസുകാരല്ല. പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ സ്വാതന്ത്ര്യം എന്താണ്, അനാർക്കി എന്താണെന്ന് കുട്ടികളെ കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. ഇപ്പോൾ വന്ന് ഈ അനാർക്കിയൊക്കെ മൗനമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് അവർ മാറിയിരിക്കുന്നു. അവിടെയാണ് കുഴപ്പം. സാമാന്യ ബുദ്ധി അവർക്കുണ്ടായില്ലെങ്കിൽ യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കാനുള്ള ഒരു അവസരം അവിടെ നിഷേധിക്കപ്പെടുകയാണ്. ഇനി നാലാമത്തേത്, നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം മറ്റുള്ളവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചില സാഹചര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മുടെ ഭൂമിയിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇത് നമുക്ക് ഇഷ്ടം പോലെയൊക്കെ ഉപയോഗിക്കാം. പലതിനും അങ്ങനെ റെസ്ട്രിക്ഷനൊന്നും ഉണ്ടാവണമെന്നില്ല. നീ ഇത്രയേ ഉപയോഗിക്കാൻ പാടുള്ളൂ, അതിൽ കൂടുതൽ ഉപയോഗിച്ചാൽ ശിക്ഷ, പണിഷ്മെൻ്റ് ഉണ്ട്, അങ്ങനെയൊന്നും ആരും പറയാറില്ല. അപ്പോൾ നമ്മൾ എന്തു ചെയ്യും? നമ്മൾ ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് നമ്മൾ ആവശ്യത്തിലധികം സാധനങ്ങൾ എടുത്ത് ഉപയോഗിക്കുന്ന ഒരു പ്രവണത. ഇങ്ങനെ നമ്മൾ പെരുമാറുമ്പോൾ സത്യത്തിൽ എന്താ സംഭവിക്കുന്നത്? വേറെ ഒരുപാട് പേർക്ക് അർഹതപ്പെട്ട സാധനങ്ങളാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മനസ്സിൽ കൃത്യമായിട്ട് ഉണ്ടാകേണ്ട ഒരു ചിന്തയുണ്ട്. എവിടെയായിരിക്കുമ്പോഴും മറ്റുള്ളവർക്ക് പ്രശ്നമുണ്ടാകാത്ത തരത്തിൽ സാധനങ്ങൾ ഉപയോഗിക്കുന്നതിന് നമ്മളൊരു നിയന്ത്രണം ഏർപ്പെടുത്തിയേ മതിയാവും. അതിനെയാണ് ഡ്യൂ ഷെയർ എന്ന് പറയുന്നത്. അതിൽ കൂടുതൽ ഉപയോഗിച്ചാൽ മറ്റുള്ളവർക്ക് അർഹതപ്പെട്ടതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം മറന്നു പോകരുത്. സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഈ ചിന്ത ഉണ്ടാവണം. അത് ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് നമ്മൾ പരിശീലിക്കേണ്ടത് കുടുംബങ്ങളിൽ തന്നെയാണ്. കുടുംബത്തിൽ നമുക്ക് ഭയങ്കര ഫ്രീഡം ആണല്ലോ. ഭക്ഷണ സാധനം ഉണ്ടാക്കി വെച്ചാലും നമുക്കിഷ്ടപ്പെട്ടു എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളങ്ങോട്ട് എടുത്ത് കഴിക്കും. ഈ അടുത്ത ദിവസം ഞാൻ FBയിൽ ഒരു പോസ്റ്റ് കണ്ടു. ഒരു വീട്ടിലിങ്ങനെ കേക്ക് മുറിക്കുകയാണ്, 5 പേരുണ്ട്. അപ്പോൾ കേക്ക് മുറിക്കുന്ന ആളിങ്ങനെ 4 കഷ്ണം മുറിച്ചു വെച്ചു. അപ്പോൾ 4 കഷ്ണങ്ങളേ ഉള്ളൂ എന്ന് കണ്ടപ്പോൾ അമ്മ പറഞ്ഞു, എനിക്ക് കേക്ക് അത്ര ഇഷ്ടമല്ല എന്ന്. അമ്മ അത്രയും നേരം കേക്ക് ഒരു കഷ്ണം കിട്ടാൻ വേണ്ടി കാത്തിരുന്ന ആളാണ് കേട്ടോ. 4 കഷ്ണം ഉള്ളൂ എന്ന് കണ്ടപ്പോൾ ഉടനെ അമ്മ പറയുകയാണ്, എനിക്ക് കേക്ക് ഇഷ്ടമല്ല. ഇവിടെ അമ്മ ചെയ്യുന്ന വളരെ തെറ്റായിട്ടുള്ളൊരു പ്രവൃത്തിയുണ്ട്. ഒരു കേക്ക് മുറിച്ചത് എല്ലാവർക്കും ഷെയർ ചെയ്യേണ്ടതാണ്. എല്ലാവർക്കും ഇതിന് അവകാശമുണ്ട്. എല്ലാവരുടെയും ഡ്യൂ ഷെയർ അത് അവർക്ക് കിട്ടിയിരിക്കണം. അങ്ങനെ ഒരു നിർബന്ധം ആ ഫാമിലിയിൽ ഇല്ലാതെ വരുന്നത് പലപ്പോഴും ഈ അമ്മമാരുടെ സമീപനം കൊണ്ടാണ്. ഭക്ഷണ സാധനങ്ങൾ കുറവാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അമ്മമാർ ഇതുപോലെ, എനിക്ക് തീരെ വിശപ്പില്ല, എനിക്കിപ്പോൾ വേണ്ട, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഭക്ഷിക്കാതിരിക്കുന്നവരുണ്ട്. ഉള്ള ഭക്ഷണം എല്ലാവർക്കുമായിട്ട് പങ്കിട്ട് ഡ്യൂ ഷെയർ, നിൻ്റെ ഡ്യൂ ഷെയർ ഇതാണെന്ന് ആ വീട്ടിലുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ട ഒരു ഉത്തരവാദിത്തം അവിടുത്തെ മുതിർന്ന ആളുകൾക്കുണ്ട്. അതിന് പകരം നമ്മളിപ്പോൾ നല്ല അമ്മയാകാനോ നല്ല അച്ഛനാകാനുള്ള വ്യഗ്രതയിൽ നമുക്ക് അവകാശപ്പെട്ട കാര്യങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ട് ദുർമാതൃകകളാകാറുണ്ട്. ഇത് മാറ്റിയെടുക്കേണ്ടതല്ലേ? 5ാമത്തെ കാര്യം, നമ്മൾ ഒരുപാട് സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്ത് ജീവിക്കുന്നവരാണ്. നമുക്ക് ആരെയും എന്തും പറയാം. ഈ ഒരു സ്വാതന്ത്ര്യത്തിലും ഒരു കൺട്രോൾ സിസ്റ്റം ഉണ്ടായില്ലെങ്കിൽ ഇത് തീർച്ചയായിട്ടും നമ്മളെ അരാജകത്വത്തിലേക്ക് നയിക്കുന്ന ഒന്നാണ്. ആരെക്കുറിച്ചും എന്തും പറയാം. പരസ്പര ബഹുമാനമില്ലാതെ വരുന്ന അവസ്ഥ. ഏതൊരാൾക്കും ഇവിടെ അഭിമാനത്തോടുകൂടി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് വെച്ച് മറ്റുള്ളവരുടെ അഭിമാനത്തിന് ക്ഷതം തട്ടുന്ന രീതിയിൽ സംസാരിക്കുക, എഴുതുക, ഇതൊക്കെ വളരെ മോശമായ കാര്യങ്ങളാണ്. സോഷ്യൽ മീഡിയയിലേക്ക് കടന്നു പോകുമ്പോൾ നമുക്ക് വല്ലാത്ത വിഷമം തോന്നും. ചിലപ്പോൾ ഒരാൾ ചെയ്ത ഒരു ചെറിയൊരു തെറ്റായിരിക്കാം, അതിനെ അയാളെ വളരെ വളരെ മോശമാക്കി ചിത്രീകരിച്ച് എല്ലാവരും കൂടി അയാൾക്കെതിരായിട്ട് ഇങ്ങനെ എഴുതി പറഞ്ഞ് നടക്കുന്ന ഒരവസ്ഥ. എന്തും എഴുതാനും പറയാനും നമുക്ക് സ്വാതന്ത്ര്യമുണ്ടെന്ന് വെച്ച് മറ്റയാളെക്കുറിച്ചൊരു കരുതൽ നമുക്ക് ഉണ്ടാകേണ്ടതല്ലേ? ഈ എഴുത്ത് കാണുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, ബൈബിളിലുള്ള ഒരു വാചകമില്ലേ, നിങ്ങളിൽ പാപമില്ലാത്തവർ അവരെ കല്ലെറിയട്ടെ. അയാൾ നമ്മളെപ്പോലെയുള്ള ഒരു വ്യക്തിയാണെന്നും അയാൾക്കും തെറ്റുകൾ പറ്റാൻ നമുക്കും തെറ്റുകൾ ധാരാളം പറ്റുന്നുണ്ട്. തൽക്കാലം അയാളുടെ തെറ്റാണ് ഇവിടെ പ്രൊജക്റ്റ് ചെയ്യപ്പെട്ടത്.
അത് ചൂണ്ടിക്കാണിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ആ പരിധികൾ വിടുന്നത് തീർച്ചയായിട്ടും തെറ്റായ ഒരു കാര്യമാണ്. അഭിപ്രായ സ്വാതന്ത്ര്യം എന്താണെന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം മനുഷ്യരിങ്ങനെ പല പല കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ബ്രഹ്മാവിന് അങ്ങനെ തോന്നിയതിൽ അത്ഭുതമൊന്നുമില്ല അല്ലേ? മറ്റ് ജീവജാലങ്ങളെക്കാൾ എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ജന്മമാണ് മനുഷ്യന് ലഭിച്ചിട്ടുള്ളത്. പക്ഷെ നമുക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങളെല്ലാം നമുക്ക് പാരയായിട്ട് മാറുന്ന വിധത്തിലാണ് മനുഷ്യർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു തിരിച്ചറിവ് നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാകണ്ടേ? ഇത്രയും ബ്ലെസ്ഡ് ആയിട്ടുള്ള മനോഹരമായ ജീവിതം മനോഹരമായിട്ട് തന്നെ ജീവിക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടേ? അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടേതായ കാഴ്ചപ്പാടുകൾ ഉണ്ടാവാം, പ്രതികരണങ്ങൾ അറിയിക്കണം തീർച്ചയായിട്ടും. അടുത്ത ആഴ്ചയിൽ പുതിയൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.